ഒരിക്കൽ കൂടി ആലുവ മണപ്പുറത്തെ ചടങ്ങുകൾ ഇപ്പോൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൈഫുനിസ അവിടെ തുടരുകയാണ്. സൈഫുനിസ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിശ്വാസ സമൂഹം വലിയ പ്രാധാന്യത്തോടുകൂടി കണക്കാക്കുന്ന ബലിതർപ്പണ തറകളിൽ ഒന്നാണ് ആലുവയുടെ മണപ്പുറം. അത് ചരിത്രപ്രസിദ്ധമായി തന്നെ സാംസ്കാരികമായി തന്നെ പലതരത്തിലും നമ്മുടെ സംസ്കാരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ ഈ മഴക്കാലത്ത് പ്രളയത്തിൻ്റെതായിട്ടുള്ള ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ കിഴക്കൻ വെള്ളം വരുന്നതിൻ്റെ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗതാഗതം നമുക്കറിയാം. ആലുവയെ സംബന്ധിച്ചിടത്തോളം ഗതാഗത സൗകര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് വളരെ കാര്യക്ഷമമായി നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ പോലീസ് വിന്യാസം എങ്ങനെയാണ്, സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നടക്കുക, ഒപ്പം തന്നെ ഇന്നിപ്പോൾ ചടങ്ങിന് പ്രധാനപ്പെട്ട കാർമ്മികത്വം വഹിക്കുന്ന ആളുകൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമാണ്? ഗൗതം, നമുക്കറിയാം മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ പെരിയാറിന് തീരത്തുള്ള ആലുവ മണപ്പുറം. എല്ലാ തവണയും ബലിതർപ്പണത്തിന് ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് എത്താറുള്ളത്. മഹാശിവരാത്രിക്കാണെങ്കിലും കർക്കിടക വാവ് ബലിക്കാണെങ്കിൽ പോലും ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന സ്ഥലം കൂടിയാണ് ആലുവ മണപ്പുറത്ത്. പെരിയാറിന്റെ തീരത്ത് മാത്രമല്ല, തൊട്ട് ഓപ്പോസിറ്റുള്ള അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. പല നാടുകളിൽ നിന്ന്, അതായത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ ആലുവ മണപ്പുറത്തെത്തി അവരുടെ പിതൃക്കൾക്ക് ബലിതർപ്പണം നടത്താനായി എത്തുന്ന ആളുകൾ ഒട്ടനേകം ആളുകളുണ്ട്. കാരണം ഇവിടെ തൊട്ടടുത്ത് ഒഴുകുന്നത് പെരിയാറാണ്. ഈ പെരിയാർ നദിയിൽ മുങ്ങി നിവർന്ന അവരുടെ പിതൃക്കൾക്ക് ശാപമോക്ഷം തേടുന്ന ഒരുപാട് പേര് നമ്മൾക്കിപ്പോൾ കാണാൻ കഴിയും. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങള് കളമശ്ശേരി. ആർക്ക് വേണ്ടിയാണ്? അച്ഛന് അമ്മയ്ക്ക്. തർപ്പണം നടത്തിയോ? കഴിഞ്ഞു. എത്ര വർഷമായി അച്ഛൻ മരിച്ചിട്ട്? ഇപ്പൊ 21 വർഷം കഴിഞ്ഞു. 21 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് വരാറ്? ഇവിടെ തന്നെയാണ്. വിശ്വാസമാണല്ലേ ആലുവ? അതെ, വിശ്വാസമാണ്. ആർക്ക് വേണ്ടിയാ വന്നേ? അച്ഛനും അമ്മയുടെ അച്ഛനും അമ്മക്കും ചേച്ചിയുടെ ഭർത്താവിനും കത്തിനും എല്ലാവർക്കും വേണ്ടി. ഇവിടെയാണോ എല്ലാ തവണ വരാറ്? എല്ലാ തവണ ഇവിടെയാണോ വരാറ്? ഞങ്ങളുടെ വീടടുത്താ ആലുവ, കിഴക്കേ കടുങ്ങല്ലൂര്. ആർക്ക് വേണ്ടി ചേച്ചി വന്നിരിക്കുന്നത്? എന്തോ ആർക്ക് ബലിതർപ്പണം നടത്താൻ എത്തിയതാണ്? ഇപ്പൊ ഈ കർക്കിടകം വെച്ചാൽ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ബലിതർപ്പണമാണ്. നമ്മളുടെ മരിച്ച എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ട് എല്ലാ ആത്മാക്കളും ഇവിടെ വരും എന്നുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെയാണ്, പെരിയാറിലാണ് എപ്പോഴും വരാറുള്ളത്. പെരിയാറിൽ തന്നെയാണ്. വിശ്വാസമാണ് ഇവിടെ അല്ലേ? വിശ്വാസമാണ്. മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രവൃത്തിയല്ലേ അത്. അങ്ങനെയാണ് വിശ്വസിക്കണേ. ആ വിശ്വാസത്തിന് ഞങ്ങളെല്ലാവരും വരണം. അതാണ്, ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. കാരണം ഓരോ സ്ഥലങ്ങളിൽ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ സെൻസ് പറഞ്ഞതുപോലെ തന്നെ ശംഖുമുഖത്താണെങ്കിലും കടൽ തീരത്ത് ബലിതർപ്പണം നടത്തുന്നവരുണ്ട്, തിരുനെല്ലിയിൽ ബലിതർപ്പണം നടത്തുന്നവരുണ്ട്, ആലുവ പെരിയാറിൽ ബലിതർപ്പണം നടത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ, പ്രാദേശികമായ ഓരോ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഒരു വിശ്വാസത്തിലൂന്നിയാണ് പല സ്ഥലങ്ങളിലായി ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ഇത്തവണ പെരിയാറിൽ വിവിധ വിശ്വാസ സമൂഹങ്ങൾ, അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അവരുടെ പിതൃക്കൾക്ക് ആത്മശാന്തി നൽകുന്നു എന്ന് കരുതുന്ന ഇടങ്ങളിൽ വെളുത്ത വാവ് ദിവസം, കർക്കിടക മാസത്തിലെ വെളുത്ത വാവ് ദിവസം എത്തി ബലിതർപ്പണം നടത്തുക എന്നതാണ് സ്വാഭാവികമായും കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം. ഒപ്പം ഈ കടൽ തീരത്ത് ബലിതർപ്പണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ രീതിയിൽ ശംഖുമുഖം പോലുള്ള സ്ഥലങ്ങളിലെത്തി ബലിതർപ്പണം നടത്തുന്നവരുമുണ്ട്. അവിടെ സനിസ കൂടി തുടരുന്നുണ്ട്. സനിസ, ഇപ്പോൾ നേരം കുറച്ചുകൂടി വെളുത്തു വരുന്നുണ്ട്. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ഈ ബലിതർപ്പണം നടത്താൻ എത്തുന്നവരുടെ തിരക്ക് എങ്ങനെയാണ്? അതോടൊപ്പം തിരുവല്ല ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എന്താണ് നിലവിലെ സ്ഥിതി? തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പുലർച്ചെ 2 മണിയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ശംഖുമുഖത്തും പുലർച്ചെ 2 മണിയോടെ തന്നെ വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. നാളെ പുലർച്ചെ 2:30 വരെ ഈ ചടങ്ങുകൾ പുരോഗമിക്കും. ഇപ്പോൾ വലിയ തരത്തിലുള്ള തിരക്ക് കാണുന്നുണ്ട്. ഈ തീരത്ത് കടൽക്ഷോഭം കാരണം ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് വന്നത്? എൻ്റെ അച്ഛനും അമ്മയും. സ്ഥിരം ഇവിടെ ശംഖുമുഖത്താണ് വരാറ്? ഇവിടെ തന്നെ എല്ലാ വർഷവും ഇവിടെ തന്നെ അടുത്ത ബസ്റ്റിക് എയർപോർട്ടിനോടെ താമസിക്കുന്നത്. എല്ലാ വർഷവും ഇവിടെ വരും? എല്ലാ വർഷവും ഇവിടെ തന്നെ വരണം. മുടങ്ങാതെ വരണുണ്ട്. അമ്മ അനുഗ്രഹിക്കുന്നുണ്ട്.
എല്ലാ വർഷവും ഇവിടെ തന്നെ എല്ലാ വർഷവും ഇവിടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി. ഇവിടെ ഇപ്പൊ ഈ ബാരിക്കേഡ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ, കടലിൽ പ്രശ്നമായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? അത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് സേഫ് സുരക്ഷിതമല്ലേ, അപ്പോൾ ഒരു അപകടമൊന്നും ഉണ്ടാവില്ലല്ലോ. അതാണ് ഈ അപകടം ഒഴിവാക്കണം അല്ലേ? ആക്കണം, അതാണ് അത്യാവശ്യം. അതുകൊണ്ട് അത്തരത്തിൽ ഗൗതം ഇവിടെ ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് ബാരിക്കേഡ് അടക്കം വെച്ചിട്ടാണ് ഈ ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അത് ആളുകളും അതിന്റെ ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നുണ്ട്. അവർക്കും അതിന്റെ അപകട സാധ്യതകളെ പറ്റിയിട്ടൊക്കെ ബോധമുണ്ട്. അത്തരത്തിൽ ഇവിടെ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. സ്വാഭാവികമായും വലിയ ജാഗ്രതയോടുകൂടി വേണം ഇത്തരം കാര്യങ്ങൾ നടത്താനെന്നത് നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ, കാലാവസ്ഥാ സാഹചര്യത്തിൽ കൂടി അത്തരം ക്രമീകരണങ്ങൾ അത്യാവശ്യമാണ്. എന്തായാലും പിതാക്കളുടെ ഓർമ്മയിൽ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കളൊക്കെ തന്നെ ഈ ബലിതർപ്പണ ചടങ്ങിൽ വിവിധ ഇടങ്ങളിൽ പങ്കുകൊള്ളുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ കണ്ടത്.